അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസേജിന്റെ ഗിയർ ട്രാൻസ്മിഷനെ പറ്റിയാണ്. പലർക്കും ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ അറിയാമെങ്കിലും ട്രാൻസ്മിഷന്റെ കറക്റ്റ് മൂവ്മെന്റ്സ് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഗിയർ ബോക്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കാണുന്നത് നമ്മുടെ മെയിൻ ഷാഫ്റ്റ്, ഈ കാണുന്നത് ലേ ഷാഫ്റ്റ്. ഇതിന്റെ ഈ വശത്ത് ക്ലച്ച് വരുന്നു, ഈ വശത്ത് സ്പ്രോക്കറ്റ് വരുന്നു. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് എങ്ങോട്ട് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിലേക്ക് ഫസ്റ്റ് ട്രാൻസ്മിഷൻ വരുന്നു, ഈ ഗിയർ എൻഗേജ് ആവുന്നു, ദെൻ ഈ ഗിയറിലേക്ക്, ദെൻ അവിടുന്ന് ഈ ഗിയർ, ദെൻ ഈ ഗിയർ, ദെൻ ഔട്ട്. ഇത് ഫസ്റ്റ്. ഇനി സെക്കൻഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റിൽ നിന്ന് ഇതിലേക്ക് വരുന്നു, ദെൻ ഇങ്ങോട്ട്, ഇവിടുന്ന് ഔട്ട്. ദെൻ ഇനി തേർഡ് ഗിയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റിൽ നിന്ന് വരുന്നു, ഈ ഗിയർ, ദെൻ ഈ ഗിയർ, ദെൻ ഇങ്ങേറ്റം, ദെൻ ഇവിടെ ഔട്ട്. ഇനി നമ്മൾ ഫോർത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഗിയർ കണ്ടോ, ഈ കാണുന്ന ഗിയറിലേക്ക്, ദെൻ അവിടുന്ന് ഇങ്ങോട്ട്, ദെൻ ഇങ്ങോട്ട്, ദെൻ ഇങ്ങോട്ട്, ഇവിടുന്ന് ഔട്ട്. ഇങ്ങനെ. ഇനി ഫിഫ്ത്ത് ഗിയർ ആണെങ്കിൽ അത് ഭയങ്കര രസമാണ്. ഈ ഷാഫ്റ്റിലേക്ക് വരുന്നു, ദെൻ നേരെ ഈ ഗിയറിൽ നിന്ന് ഈ ഗിയറിലേക്ക്, ദെൻ ഔട്ട്. ഇങ്ങനെയാണ് ഈ 5 സ്പീഡ് ഗിയർ ബോക്സ് വർക്ക് ചെയ്യുന്നത്.